മോളെ, സുഭാഷിനെ കണ്ടില്ലല്ലോ. ഒന്ന് പോയി അന്വേഷിച്ചാലോ? വരും. പലരെയും ക്ഷണിക്കാനുണ്ടാവും. ഞാൻ ഫോൺ ചെയ്തിരുന്നു, കിട്ടിയില്ല. ആള് സ്ഥലത്തില്ലെന്ന് തോന്നുന്നു. നിനക്ക് ഓഫീസിൽ വിളിക്കാമായിരുന്നില്ലേ? വിളിച്ചു. അങ്ങോട്ട് ചെല്ലാറില്ലെന്നാ പ്രിയ പറഞ്ഞത്. മധുവിനും അറിയില്ല. പിന്നെ എവിടെ പോയി? അതാ പറഞ്ഞത്, ഞാനൊന്ന് തിരക്കിയിട്ട് വരാമെന്ന്. അമ്മാവൻ പോണ്ട. നീ ചെന്ന് അന്വേഷിക്കേ. ഇവിടുത്തെ ഒരുക്കങ്ങൾ അവൻ കൂടി നോക്കണമെന്ന് പറ. ഏയ്, എന്നോട് പിണക്കാണോ? എന്താ എന്നെ കാണാൻ വരാത്തത്? ഞാൻ എന്ത് തെറ്റാ സുഭാഷിനോട് ചെയ്തത്? എനിക്ക് സുഭാഷിനെ കാണാതിരിക്കാനാവില്ല. വീട്ടിലെല്ലാവരും അന്വേഷിക്കുകയാണ്. വരില്ല എന്നെ കാണാൻ. എന്റെ സുഭാഷിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. തീർച്ചയായും വരണം. ഞാൻ വരും എന്റെ നിമിഷയെ കാണാൻ. ഞാൻ കരുതി നീ എന്നെ പറ്റിച്ച് ഓഫീസിൽ പോയിരിക്കുന്നു. ഞാൻ അങ്ങനെ പോവോ? എന്നോട് ലീവ് എടുക്കാൻ പറഞ്ഞിട്ട്. ആ, ഞാൻ പറഞ്ഞ സാധനം എവിടെ? ഇതാ പറഞ്ഞ. എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ കാത്തിരിക്കായിരുന്നു. ഞാനും ഇന്നത്തെ ലീവ് നിന്റെ കൂടെ ചെലവഴിക്കാൻ. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. വരാൻ പറഞ്ഞിട്ട് ഉഴപ്പുന്നോ? ഓഫീസിൽ ആർക്കെങ്കിലും സംശയം തന്നെയുണ്ടല്ലോ. അതിനല്ലേ ഇത്തരം കുറുക്കു വഴികള്. ഇത്തരം ഹായ് നിമിഷ, വരൂ. എനിക്കറിയാമായിരുന്നു നിമിഷ വരുമെന്ന്. പിന്നെ ഈ ഫോട്ടോ പേടിക്കണ്ട, ഇതെന്റെ ചേട്ടനാ. സുരേഷ് നിങ്ങളുടെ ചേട്ടനാണോ? അതെ, ഒരേ ഒരു ചേട്ടൻ. അന്ന് ആ ഫോട്ടോ വീട്ടിൽ കണ്ടപ്പോ ആ ഷോക്കിലായിരുന്നു ഞാൻ. കണ്ടിട്ട് 6 മാസത്തോളായി. നിമിഷേ, നിൽക്കു നിമിഷേ.
എന്താ സുഭാഷിനെ കണ്ടില്ലേ? കണ്ടു, വീട്ടിലുണ്ട്. എന്തു പറഞ്ഞു? എന്തിനാ കരയുന്നത്? അയാൾ ആ സുരേഷ് സുഭാഷിന്റെ ചേട്ടനാണ്. ഈശ്വര, ചതിച്ചോ? അമ്മവാ, മോള് വല്ലതും പറഞ്ഞോ? അവന് വല്ല സംശയവും? നിമിഷേ, നീ എന്ത് പണിയായി കാണിച്ചത്? എന്താ? അവിടെ വെച്ച് എന്റെ ചേട്ടന്റെ ഫോട്ടോ കണ്ടു. അന്ന് ഇവിടെ വെച്ച് ഞാനിത് പറയാനിരുന്നതാണ്. അതെന്റെ ചേട്ടനാണെന്ന് പറഞ്ഞതും ഒറ്റ ഓട്ടം, വിളിച്ചിട്ട് നിന്നില്ല. പെട്ടെന്ന് അറിഞ്ഞപ്പോ ഇവൾ അപ്സെറ്റ് ആയതായിരിക്കും. ചേട്ടൻ പോയിട്ട് ഒരു 6 മാസമെങ്കിലും ആയി കാണും. അതങ്ങനെയാ. പക്ഷേ എന്തിനാ നിമിഷ പേടിക്കുന്നത്? ഇനി സുഭാഷ് എല്ലാം അറിയണം. മോളെ, അമ്മവാ, സുഭാഷിന്റെ ചേട്ടൻ വെറും ഒരു സ്പോൺസർ മാത്രമായിരുന്നില്ല, എന്റെ എല്ലാമായിരുന്നു. ജീവിതത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിച്ച പുരുഷൻ. ആ ചുറുചുറുക്കും വാചാലതയും എനിക്കിഷ്ടമായി. അത് പ്രേമമായി. വിവാഹ തീയതി വരെ നിശ്ചയിച്ചു. അങ്ങനെ ഇരിക്കെ കാത്തിരുന്ന് ബോറടിച്ചു അല്ലേ? സാരമില്ല. ഇഷ്ടപ്പെട്ടവരെ കാത്തിരിക്കുന്നതും ഒരു സുഖല്ലേ? ഡൽഹിയിൽ നിന്റെ ചിത്ര പ്രദർശനത്തിന്റെ പേപ്പേഴ്സിന്റെ കാര്യങ്ങൾക്ക് പോയതാ. അതാ താമസിച്ചത്. എല്ലാം ഓക്കെ. എന്നാണ്? വരുന്ന 15-ാം തീയതി. അതോടെ മോഹിനി ഇന്ത്യയിൽ പ്രശസ്തയാവും. ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്രമന്ത്രിയാ. റിയലി? താങ്ക് യു സുരേഷ്. ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാനും പ്രതീക്ഷിച്ചതല്ല മന്ത്രി സമ്മതിക്കുമെന്ന്. ഒക്കെ നിന്റെ ഭാഗ്യമാണ്. എന്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് എല്ലാം ഒന്ന് വെളിച്ചം കാണണമെന്ന്. ചിത്രകാരിയായ മോഹിനി എന്റെ പ്രതിശ്രുത വധുവാണെന്നത് എനിക്ക് ക്രെഡിറ്റ് അല്ലേ? ഇതൊരു ചെറിയ തുടക്കം മാത്രം. ഇനി വിദേശത്ത് സംഘടിപ്പിക്കണം. അതൊന്നും വേണ്ട. ഞാനല്ലേ സ്പോൺസർ ചെയ്യുന്നത്. യാത്രയൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് മതി. ഇതാദ്യം നടക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, ആദ്യം കല്യാണം. കഴിക്കൂ. അച്ഛാ, കോളേജിൽ നിന്ന് എക്സ്കർഷന് പോകുന്നുണ്ട്. എനിക്കും പോണം. പോകാമല്ലോ, അല്ലേ നിമിഷേ? അതെ, പക്ഷേ ഈ ഇൻട്രസ്റ്റ് പഠിപ്പിലും കാണിക്കണം. ഞാൻ ഫസ്റ്റ് ക്ലാസ് വാങ്ങും, അത് ഉറപ്പാണ്. പറഞ്ഞ പോരാ, വാങ്ങണം. വരൂ സുരേഷ്, കയറിട്ട് പോവാൻ. അവരെത്തിന്ന് തോന്നുന്നു. അങ്ങനെ ചിത്രകാരിയുടെ ഡൽഹി പ്രദർശനം ഓക്കെ. സത്യമാണോ ചേച്ചി? അതെ. കൺഗ്രാറ്റുലേഷൻസ്. ഞാനും വരും എക്സിബിഷന്. എക്സിബിഷനും എക്സ്കർഷനും എല്ലാം പോണോല്ലേ? കുട്ടിയല്ലേ, പോന്നോട്ടെ. ദേവിക മാത്രമല്ല, കുടുംബസമേതമാ പോകുന്നത്. ചെലവ് കൂടും. അതൊരു പ്രശ്നമല്ല. പിന്നെ നിമിഷയ്ക്ക് വിദേശത്തൊരു ജോലി ഓഫർ വന്നിട്ടുണ്ട്. നല്ല കമ്പനിയാ. വേണ്ട, ഞാൻ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ കഴിഞ്ഞോളാം. നല്ല അവസരങ്ങൾ എന്നും ഉണ്ടാവില്ല മോളെ. എന്നെ നാട് കടത്താൻ അച്ഛന് തിടുക്കായും തോന്നുന്നു. അമ്മാവന് കുട്ടികളുടെ ഭാവിയല്ലേ മുഖ്യം. ആദ്യം സുരേഷ് ഏട്ടന്റെയും ചേച്ചിയുടെയും കല്യാണം നടക്കട്ടെ, പിന്നെ ആലോചിക്കാൻ ബാക്കിയൊക്കെ. ദേവി വാ. സുരേഷ് ഇരിക്കെ.